ഹലോ മക്കളെ, എല്ലാവരും സെക്കൻഡ് ടേം എക്സാമിന് വേണ്ടി അതിഗംഭീരമായിട്ട് പഠിക്കാൻ വേണ്ടി ആരംഭിച്ചു കഴിഞ്ഞു. ഏതൊരു വിദ്യാർത്ഥിയും പഠിക്കാൻ വേണ്ടി ആരംഭിക്കുമ്പോൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കണം ഏത് ചാപ്റ്ററിനാണ് കൂടുതൽ മാർക്ക് ചോദിക്കുക. ഇന്റഗ്രൽസ് ആണോ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ, അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് ആണോ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ, അതോ റിലേഷൻസും മെട്രിക്സും എല്ലാമാണ് ഏറ്റവും അധികം ഗംഭീരമായ പാഠങ്ങൾ സെക്കൻഡ് ടേം എക്സാമിന് നിന്ന് എല്ലാ മക്കളും മനസ്സിലാക്കി വേണം പഠിക്കുവാൻ വേണ്ടി. കാരണം അന്നാലാണ് നമുക്ക് എക്സാംസിനകത്ത് അതിഗംഭീരമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. എല്ലാവർക്കും അറിയാമായിരിക്കും, ഫസ്റ്റ് ടൈം എക്സാമിന് നമുക്ക് സിലബസ് ആയിട്ടുണ്ടായിരുന്ന ആദ്യത്തെ 5 പാഠങ്ങളാണ് റിലേഷൻസ്, ഇൻവേഴ്സ്, മെട്രിക്സ്, ഡിറ്റർമിനൻസ് ആൻഡ് കണ്ടിന്യൂറ്റി. ഇങ്ങനെ 5 പാഠമാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം എക്സാമിന്റെ സിലബസ് ആയിട്ടുണ്ടായിരുന്നത്. ആൻഡ് സെക്കൻഡ് ടേമിലേക്ക് വരുമ്പോൾ 2023 സെക്കൻഡ് ടേം എക്സാം പ്രകാരം നിങ്ങൾക്ക് ആദ്യത്തെ 11 പാഠമാണ് സെക്കൻഡ് ടേം എക്സാമിനേഷൻ ഉണ്ടാവുക. അതായത് 3 ഡൈമെൻഷണൽ ജോമെട്രി ഉൾപ്പെടെയാണ് നിങ്ങളുടെ സെക്കൻഡ് ടേം എക്സാമിന് ചോദിക്കാൻ വേണ്ടി പോവുക. ഏത് ചാപ്റ്റർ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആസ് പെർ വെയിറ്റേജ് വെച്ചിട്ട് നമ്മൾ നോക്കുന്നു. പക്ഷെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്, വേറെ ഒന്നല്ല. 2023 സെക്കൻഡ് ടേം എക്സാമിന്റെ പാറ്റേൺ ഒരു രീതിക്കായിരുന്നു. 2022 സെക്കൻഡ് ടേമിന്റെ എക്സാമിന്റെ പാറ്റേൺ മറ്റു രീതിക്കായിരുന്നു. അതായത് വ്യത്യസ്തമായ പാറ്റേൺസ് ആയിരുന്നു 2022-ലും 2023-ലും. സോ 2 പാറ്റേൺ ഞാൻ ഡിസ്കസ് ചെയ്യാം. ആൻഡ് നമ്മുടെ കൺക്ലൂഷൻ ഞാൻ അതിന് ശേഷം പറയുന്നതായിരിക്കും. നോക്കാം. ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ 5 പാഠങ്ങൾ, ആ കാണുന്ന 5 പാഠത്തിന്റെ വെയിറ്റേജ് നമുക്കിത് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ആദ്യത്തെ 5 പാഠത്തിന്റെ റിലേഷൻസും ഇൻവേഴ്സും മെട്രിക്സും ഡിറ്റർമിനൻസും കണ്ടിന്യൂറ്റിയും നമ്മുടെ ഫസ്റ്റ് ടേം എക്സാമിന് ഉണ്ടായിരുന്ന ചാപ്റ്റേഴ്സ് ലിസ്റ്റാണ് ഈ കിടക്കുന്നത്. ഈ കാണുന്ന ഓരോ ചാപ്റ്ററും നമുക്ക് 3 മാർക്കിന്റെ ഓരോ ചോദ്യവും ആൻഡ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ഭീമനെ അവർ 4 മാർക്കിൽ ഒതുക്കി. കേവലം ഈ കാണുന്ന എല്ലാ ചാപ്റ്റേഴ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്ന മാർക്ക് എന്ന് പറയുന്നത് മക്കളെ 16 മാർക്സ്. സോ ആദ്യത്തെ 5 പാഠം which means നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാമിന് സിലബസിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ 5 പാഠം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് 16 മാർക്കിന് മാത്രമാണ് സെക്കൻഡ് ടേം എക്സാമിന് ചോദിക്കാം. ബാക്കിയുള്ള 64 മാർക്ക് 64 മാർക്സ് ചോദിക്കാൻ വേണ്ടി പോകുന്നത് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൽ നിന്നാണ്. ബാക്കിയുള്ള 6 പാഠത്തിനാണ് നമുക്ക് ഇനിയുള്ള 64 മാർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ ചോദിക്കും എക്സാം 60-ലാണ് മക്കളെ, ഓർ ക്വസ്റ്റ്യൻ ഉൾപ്പെടെ എക്സാം 80 മാർക്കിലായിരിക്കും ഉണ്ടാവുക. സോ 80 മാർക്കിലെ 16 മാർക്ക് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇറ്റ് കംസ് ഫ്രം ഫസ്റ്റ് 5 ചാപ്റ്റേഴ്സ് ആൻഡ് ബാക്കിയുള്ള 64 മാർക്കോ അത് വരുന്നത് ബാക്കിയുള്ള 6 പാഠത്തിൽ നിന്ന്. അപ്പൊ ഒരു ചോദ്യമുണ്ട് വല്ലാത്ത രീതിയിൽ, ഈ പാഠത്തൊന്നും പഠിക്കാതെ പോവാം, കുഴപ്പമില്ല. കാരണം എന്താ, ആർക്കൂടി 16 മാർക്കല്ലേ, ബാക്കി 64 എനിക്ക് കിട്ടും എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അവിടെയും ഞാനൊരു ചെറിയ ടിസ്റ്റ് പറഞ്ഞുതരാം. ചെറിയ കാര്യം. സെക്ഷൻ എ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് മൊത്തമായിട്ട് ഉണ്ടാകാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻ, അതായത് 1 മുതൽ 8 ക്വസ്റ്റ്യൻ വരെ നിങ്ങൾക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്സ്. ക്വസ്റ്റ്യൻ നമ്പർ 1 to 8. ഈ കാണുന്ന 8 ക്വസ്റ്റ്യനിലെ നിങ്ങൾ ആൻസർ ചെയ്യേണ്ട ചോദ്യം 6 ക്വസ്റ്റ്യൻ ആണ്. 6 എണ്ണമാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. സോ 6 × 3 മൊത്തം 18 മാർക്കാണ് നമുക്ക് എന്ത് സെക്ഷൻ എയിൽ ഉണ്ടാവാം. ഓക്കെ, സോ 6 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം ഒരു വിദ്യാർത്ഥി, മൊത്തം 8 എണ്ണത്തിലെ. അതായത് 2 എണ്ണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കി കളയാം. സത്യമാണ്, 2 എണ്ണം ഒഴിവാക്കാം. നിങ്ങൾ ഈ കാണുന്ന എല്ലാ ക്വസ്റ്റ്യൻസും വരുന്നത് എവിടെ നിന്നാണ്? 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ റിലേഷൻസ്, ഇൻവേഴ്സിൽ നിന്ന്, മെട്രിക്സ്, ഡിറ്റർമിനൻസ്. അതായത് നിങ്ങൾ ഫസ്റ്റ് ടൈം എക്സാം സിലബസിലത്തെ ചാപ്റ്റേഴ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ കാണുന്ന എല്ലാ മാർക്കും നഷ്ടപ്പെടും. നിങ്ങളുടെ ഇവനെയും നിങ്ങൾ എഴുതിയില്ല. കാരണം എന്താണ്? 2 എണ്ണം നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ആ കാണുന്ന 2 എണ്ണം കളഞ്ഞാലും ബാക്കി 2 എണ്ണം എഴുതാനായിട്ട് നിങ്ങൾ നിർബന്ധിതരാകും. ബിക്കോസ് 6 എണ്ണം ആൻസർ ചെയ്യണം. നിങ്ങൾ ഇതും എഴുതി നിൽക്കുന്നതാണ് നിങ്ങളുടെ ബോർഡ് എക്സാമിന്റെ 6 മാർക്ക്, നമ്മുടെ സെക്കൻഡ് ടേം എക്സാമിന്റെ 6 മാർക്ക് നഷ്ടപ്പെടുന്നത് ആയിരിക്കും. അതായത് നിങ്ങളുടെ പരീക്ഷ നിങ്ങൾക്ക് എന്തായാലും മാക്സിമം ലഭിക്കാൻ വേണ്ടി പോകുന്ന മാർക്ക് 54 എന്ന് പറയുന്ന മാർക്കായിരിക്കും. ഒരിക്കലും നിങ്ങൾക്ക് എന്താണ് ഫുൾ മാർക്ക് എന്ന് പറയുന്ന ഏറ്റവും ഗംഭീരമായ സ്വപ്നത്തിലേക്ക് എത്തുവാൻ വേണ്ടി സാധിക്കില്ല നിങ്ങൾ ഈ കാണുന്ന ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ. പലവരും പറയും ഈ കാണുന്ന പാഠങ്ങൾ പഠിക്കേണ്ട കാരണം ആയിക്കൂടി 3 മാർക്കുള്ളൂ, പിന്നെന്തിനു പഠിക്കണം? ഫുൾ മാർക്ക് ലഭിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ഈ കാണുന്ന ചാപ്റ്റേഴ്സ് പഠിക്കണമെന്ന് ഞാൻ പറയുന്നു. എന്നാൽ മാത്രമാണ് നമുക്ക് മുഴുവൻ മാർക്കിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. ഇതാണ് നമുക്ക് ഇവിടുത്തെ ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ്. വളരെ ഗംഭീരമായിട്ട് എല്ലാവർക്കും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഓരോന്നിന്റെയും വെയിറ്റേജ് എത്രയാണെന്ന്.
മുന്നോട്ട് പോകുന്നു. നമ്മളുടെ സെക്കൻഡ് ടേം എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ട ബാക്കിയുള്ള ചാപ്റ്റേഴ്സ്. ഇതാണ് മക്കളെ അവന്മാരുടെ വെയിറ്റേജ്. ഓരോന്നിന്റെയും വെയിറ്റേജ് നോക്കുമ്പോൾ 10ഉം 13ഉം മാർക്കാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് 3 മാർക്കും 4 മാർക്കും 6 മാർക്കും എല്ലാം നിങ്ങൾക്ക് എന്താണ് ഇതിനകത്തുള്ള ബഹുഭൂരിഭാഗം ചാപ്റ്റേഴ്സിൽ നിന്നും കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഇവിടെ നോക്കിയാൽ കണ്ട എല്ലാം 2 അക്കം ഒരാൾ ഒഴിച്ചു. ബാക്കി എല്ലാവരും എന്താണ് 2 അക്കമാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മറ്റോടത്ത് വെറും 3 മാർക്കാണ് ബഹുഭൂരിഭാഗം പാടത്തിനെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ബാക്കി നിൽക്കുന്ന പാഠങ്ങൾ പരിശോധിക്കാം. അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാത്ത പാഠമാണ് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. പഠിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ. ഇവിടുന്ന് ഒരു 3 മാർക്കിന്റെയും 2 4 മാർക്കിന്റെയും ചോദ്യമാണ് നിങ്ങളെ കാത്തിരുന്നത്. 2023 വിദ്യാർത്ഥികളെ കാത്തിരുന്നത് ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആയിരുന്നു. 11 മാർക്കാണ് നമുക്ക് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. മുന്നോട്ട് വരുമ്പോൾ ഇന്റഗ്രൽസ്. അപ്ലിക്കേഷൻ കുറച്ചുകൂടി ഇഷ്ടം, ചിലർക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. ഇന്റഗ്രൽസ് അങ്ങനെയല്ല, ആർക്കും ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമല്ലാത്ത പാഠം, എല്ലാവരെയും പേടിപ്പിക്കുന്ന പാഠം. ഈ ചാപ്റ്റർ 13 മാർക്കിനാണ് നമ്മളുടെ എക്സാമിന് കഴിഞ്ഞ തവണ ചോദിച്ചത്. 2023 എക്സാമിന് 13 മാർക്ക്, ഒരു 3 മാർക്ക്, ഒരു 4 മാർക്ക്, ഒരു 6 മാർക്ക്. എല്ലാ സെക്ഷനിൽ നിന്നും ഓരോ ചോദ്യം വെച്ച് ഇന്റഗ്രൽസ് ഉണ്ട്. ഇന്റഗ്രൽസിന്റെയും വെക്ടറിന്റെയും 3Dയുടെയും എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ബോർഡ് എക്സാമിനും അവന്മാരുടെ വെയിറ്റേജ് ഏറെക്കുറെ 2 അക്കത്തിന് അടുത്ത് തന്നെയാണ്. ഇന്റഗ്രൽസിന്റെ വെയിറ്റേജ് 9 മാർക്കാണ് കേട്ടോ. അപ്പൊ അത്രമേൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് ഇന്റഗ്രൽസ്. ബോർഡ് എക്സാം ആയിക്കോട്ടെ, സെക്കൻഡ് ടേം എക്സാം ആയിക്കോട്ടെ, അതേപോലെ വെക്ടറും 3Dയും എല്ലാം തന്നെ നമുക്ക് ഒരുപാട് മാർക്കുകൾ സമ്മാനിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ്. ഒരാൾ പോലും ഈ ചാപ്റ്റേഴ്സ് പഠിക്കാതെ എക്സാമിന് പോകരുത്. എനിക്ക് ആദ്യം 5 പാഠം അറിയാം, പാസ്സാവാനുള്ള മാർക്ക് എനിക്ക് ഏകദേശം അവിടെ നിന്ന് കിട്ടും. എന്നാ പിന്നെ അത് മാത്രം പഠിച്ചുകൊണ്ട് പോവാ, ഈ പാഠം പഠിക്കണ്ടെന്ന് ചിന്തിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇവിടെയുള്ള 6 പാഠങ്ങൾ മസ്റ്റായിട്ടും എല്ലാവരും പഠിക്കണം. ഇവിടെ നമ്മൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പരിശോധിക്കുമ്പോൾ അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് ഒരു ഫോർമുല ആണ് പൊതുവെ ചോദിക്കാറ്. ആ കാണുന്ന ഫോർമുല വെച്ചുകൊണ്ടാണ് 4 മാർക്ക് വളരെ എളുപ്പത്തിൽ നേടാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ മാർക്ക് നേടാൻ നിൽക്കുന്നതാണ് അതിഗംഭീരമായിട്ട് ഇന്റഗ്രേഷൻ അറിഞ്ഞിരിക്കുക തന്നെ ചെയ്യണം. ഇന്റഗ്രേഷൻ മാത്രം ഞാൻ പോരാ, ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. എല്ലാ മെത്തേഡ്സും പഠിക്കുക തന്നെ വേണം, അത് ഗംഭീരമായിട്ട് മനസ്സിലാക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെയുള്ള 13 മാർക്കും ലഭിക്കുകയുള്ളൂ. വെക്ടറിലേക്ക് വരുമ്പോൾ വെക്ടർ നമുക്ക് അതുപോലെ തന്നെയാണ് മക്കളെ 13 മാർക്ക്. കുറച്ചുകൂടി ലെങ്തി ചാപ്റ്റർ ആണ് വെക്ടർ, 13 മാർക്ക്. അതായത് ആസ് വി കമ്പയർ ടു 3D പറയാൻ വേണ്ടി സാധിക്കും, വെക്ടർ കുറച്ചും കൂടി നമുക്ക് എന്താണ് പഠിക്കാൻ വേണ്ടിയുണ്ട്. 13 മാർക്കാണ് നമുക്ക് വെക്ടർ എക്സാമിന് ഉണ്ടാവുക. അവസാനമായിട്ട് 3 ഡയമെൻഷൻ ജോമെട്രി നമുക്ക് വരുന്നത് 10 മാർക്കിന്. അങ്ങനെ മൊത്തമായിട്ട് പറയുമ്പോൾ 80 മാർക്കാണ് സെക്കൻഡ് ടേം എക്സാമിന്റെ ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾ ഏതൊക്കെ പാഠം പഠിക്കണം മസ്റ്റായിട്ടും ഞാൻ പറയും, ഈ 6 പാഠം പഠിച്ചിരിക്കണം. ഇതിൽ ഇന്റഗ്രൽസ്, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, വെക്ടർ, 3D ഒരു വിട്ടുവീഴ്ചയുമില്ല. കൂടെ ഡിഫറൻഷ്യൽ ഇക്വേഷനും നിർബന്ധമായിട്ട് പഠിക്കണം. കാരണം ഈ കാണുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചെയ്ത് ശീലമുണ്ടെങ്കിലാണ് നമുക്ക് ബോർഡ് എക്സാമിനെല്ലാം തന്നെ എളുപ്പത്തിൽ ഈ ചാപ്റ്റർ ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഈ കാണുന്നൊരു പാറ്റേൺ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഫസ്റ്റ് ടൈം എക്സാമിന്റെ സിലബസിൽ നിന്ന് മാർക്ക് കുറവാണ്, സെക്കൻഡ് ടൈം എക്സാമിന്റെ സിലബസിൽ നിന്ന് ഒരുപാട് മാർക്ക് ചോദിക്കുന്നു. റൈറ്റ് പാറ്റേൺ ഞാൻ പറയുകയാണെങ്കിൽ റൈറ്റ് പാറ്റേൺ, സംശയമില്ല. പക്ഷെ മുൻ വർഷങ്ങളിൽ എങ്ങനെയാണെന്ന് പരിശോധിക്കാം. 2022 സെക്കൻഡ് ടൈം എക്സാം ഉണ്ടായിരുന്നു. 2022 സെക്കൻഡ് ടൈം എക്സാം പക്ഷെ ഇങ്ങനെ ആയിരുന്നില്ല. വലിയ മാറ്റമാണ് നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് വെയിറ്റേജിൽ കാണാൻ വേണ്ടി സാധിക്കുക മക്കളെ. ഇതാണ് 2022 സെക്കൻഡ് ടൈം എക്സാം. ബോർഡ് എക്സാമിനെ പോലെ തന്നെ 7 മാർക്കിന് റിലേഷൻസ്, 4 മാർക്കിന് ഇൻവേഴ്സ്, ആൻഡ് 13 മാർക്കിന് മെട്രിക്സ്, 13 മാർക്കിന് ഡിറ്റർമിനൻസ്. ഇപ്പൊ എത്ര? 3 മാർക്ക് മെട്രിക്സ്, ഡിറ്റർമിനൻസോ 3 മാർക്ക്. എളുപ്പത്തിൽ നേടാൻ വേണ്ടി സാധിക്കുന്ന 26 മാർക്ക്. നേരത്തെ ഞാൻ ഭീമൻ വിശേഷിപ്പിച്ച നമ്മളുടെ പ്രിയപ്പെട്ട കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി 9 മാർക്കിന്. കഴിഞ്ഞവർ ചോദിച്ചത് 4 മാർക്കിന്. അതായത് ഫസ്റ്റ് ടൈം എക്സാമിന്റെ സിലബസിൽ സെക്കൻഡ് ടൈം എക്സാമിന് ചോദിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് നോക്കുമ്പോൾ 26, 9, 35, 7, 42, 46 മാർക്കിനാണ് ചോദിച്ചത്.
2022 എക്സാമിൽ 46 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുന്നത് എവിടെ നിന്നായിരുന്നു? അത് വന്നിരുന്നത് ഫസ്റ്റ് ടേം എക്സാമിന്റെ സിലബസിൽ നിന്നാണ്. ഓക്കെ, ബാക്കിയുള്ളത് എങ്ങനെ? ബാക്കി പറയുമ്പോൾ നമുക്ക് 40 കിഴിച്ചാൽ ബാക്കിയുള്ള 46 കിഴിച്ചാൽ ബാക്കി എന്താണ്? 34 മാർക്ക് മാത്രമാണ് നമുക്ക് എന്ത് ബാക്കിയുള്ള ചാപ്റ്റർ ചോദ്യം. 34 മാർക്ക് മാത്രം. മനസ്സിലാക്കണം, ആ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് മനസ്സിലാക്കണം. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ലിസ്റ്റ് ഇതായിരുന്നു. ഇതിനകത്ത് 3 ഡയമെൻഷൻ ജോമെട്രി ഉൾപ്പെടുത്തിയിട്ടില്ല. വേറൊന്നും ഉണ്ടല്ല, 2022 അത് പഠിക്കാണ്ടായിരുന്നില്ല. ഓക്കെ, അത് പഠിക്കാണ്ടായിരുന്നില്ല, സിലബസിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്താണ് അവിടെ ചോദ്യം ഉണ്ടായിരുന്നില്ല, ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിയുള്ള 5 പാഠങ്ങൾ, 5 പാഠത്തിന് 34 മാർക്ക്. ആസ് യൂഷ്വൽ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് നമുക്ക് എന്താണ് 7 മാർക്ക്. ബോർഡ് എക്സാമിന്റെ സെയിം മാർക്ക് തന്നെയാണ് നമുക്കിത് സെക്കൻഡ് ടൈം എക്സാമിൽ ചോദിച്ചിരിക്കുന്നത്. ഇന്റഗ്രൽസ് 10 മാർക്കിനാണ്. ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് ആസ് യൂഷ്വൽ 4 മാർക്ക്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ 7 മാർക്കും, വെക്ടർ 6 മാർക്കും. അങ്ങനെ ആകെത്തുക 34 മാർക്ക്. അവസാനിച്ചു. അപ്പോൾ ചോദ്യമുണ്ട്, നിങ്ങൾക്ക് എക്സാമിന് ഏത് പാറ്റേൺ ആയിരിക്കും ഉണ്ടാവുക? 2022 ആണോ 2023 ആണോ? ഒരു വലിയ മാറ്റം കാണാൻ വേണ്ടി സാധിച്ചു. നോ ഡൗട്ട് പറയാൻ വേണ്ടി സാധിക്കും 2023 പാറ്റേൺ ആണ് ബെസ്റ്റ്. 2023 പാറ്റേണിൽ ആയിരിക്കും നിങ്ങളുടെ ചോദ്യങ്ങൾ ഉണ്ടാവുക. അതായത് ഫസ്റ്റ് ടൈം എക്സാമിന് ഉണ്ടായിരുന്ന ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. സെക്കൻഡ് ടൈം എക്സാമിന് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്ന ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് ആയിരിക്കും കൂടുതൽ. അതായത് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ഇന്റഗ്രൽസ്, അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, വെക്ടർ 3D എന്ന് പറയുന്ന 6 പാഠത്തിനായിരിക്കും നിങ്ങൾക്കുള്ള ബഹുഭൂരിഭാഗം ക്വസ്റ്റ്യൻസും ഉണ്ടാവുക. അപ്പോൾ എല്ലാ മക്കളും ആ കാണുന്ന ചാപ്റ്റേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുക. ഇപ്പോൾ തന്നെ പഠിക്കാൻ വേണ്ടി ആരംഭിക്കുക. നിർബന്ധമായിട്ടും എല്ലാവരും ആദ്യമായിട്ട് പഠിക്കേണ്ട 2 പാഠങ്ങളാണ്. ഒന്ന് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സും മറ്റൊന്ന് ഇന്റഗ്രൽസും. നിർബന്ധമായിട്ടും എല്ലാവരും ആദ്യത്തെ ഗോയിൽ പഠിക്കണം. ഈ ആഴ്ച തന്നെ ഈ 2 ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം. കാരണം വേറെ ഒന്നുമല്ല, ഈ 2 പാഠം പഠിക്കുമ്പോൾ നമുക്ക് ഒരു വലിയ ചങ്ക് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിച്ചു കഴിഞ്ഞു. ആൻഡ് ബാക്കിയുള്ള ഒരു 4 പാഠമാണ് ബാക്കിയുള്ളത്. വരും ദിവസങ്ങളിൽ നിങ്ങൾക്കുള്ള ഈ കാണുന്ന 4 പാഠങ്ങൾ എങ്ങനെയെല്ലാം തന്നെ പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ എന്തെല്ലാമാണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും എല്ലാം തന്നെ അതിഗംഭീരമായിട്ട് പറഞ്ഞിരുന്നതായിരിക്കും. മക്കളെ, ട്രസ്റ്റ് മീ, പഠിക്കുക, വേറൊന്നും വേണ്ട. പഠിക്കുക, ബോർഡ് എക്സാമിൽ ഫുൾ മാർക്ക് അടിക്കുക, സെക്കൻഡ് ടൈം എക്സാമിനും ഫുൾ മാർക്ക് അടിക്കുക. സെക്കൻഡ് ടൈം എക്സാമിന് നമ്മൾ ഫുൾ മാർക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്ന കോൺഫിഡൻസ്, ബോർഡ് എക്സാമിലേക്കുള്ള ഒരു വലിയ കോൺഫിഡൻസ് ആയിരിക്കും നമുക്ക് സെക്കൻഡ് ടൈം എക്സാമിൽ ഫുൾ മാർക്ക് നേടുന്നതോടുകൂടെ ലഭിക്കുക. അതുകൊണ്ട് എല്ലാ മക്കളും ഇപ്പോൾ തന്നെ പഠിക്കാൻ വേണ്ടി ആരംഭിക്കുക. ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യും, ഒന്നിച്ച് തന്നെ സെക്കൻഡ് ടൈം എക്സാമിലും അതുപോലെ തന്നെ ബോർഡ് എക്സാമിലും ഫുൾ മാർക്ക് നേടുമെന്ന് പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു ഗൈസ്. സോ ബൈ. സൈനിങ് ഓഫ് അഫ്നാസ് ഫ്രം Xylem Learning.